അപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. ചായ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കേക്ക് ഉണ്ട് കേട്ടോ. ഇത് 2 തരം കേക്കാണല്ലേ. ഈ ഒരു കേക്കൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ അറിയാം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയോളം കേട്ടോ എൻ്റെ അടുത്ത്. ഞാൻ എൻ്റെ വരിയിലുള്ളത് കൊടക്കാട് എത്തിക്കണം കേട്ടോ. ഞാൻ കൊടക്കാട് നിന്ന് പോരും, ആനമുളിയിൽ നിന്ന് കൊടക്കാട്ടേക്ക് പോരുമ്പോൾ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച വന്നതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ബസ്സിന് പൈസ കൊടുക്കാനുള്ളതൊക്കെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സ്റ്റാൻഡിലെത്തിയിട്ട് ഞാൻ താഴെ ഇറങ്ങും കേട്ടോ, സീറ്റ് ഇട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെരേക്ക് വന്നപ്പോൾ അതാ ഉണ്ടം പൊരിയും എന്തായാലും പറയാം അതുകൊണ്ട്. പിന്നെ നല്ല ബിരിയാണി അവിടെ ദമ്മിട്ട് വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇതേപോലെ ആദ്യത്തെ എനിക്ക് തരുന്നു. ഒന്നും നോക്കിയില്ല, ബിരിയാണി എടുത്തിട്ട് വയറ് നിറച്ചാണ് കഴിച്ചു കേട്ടോ. ലെഗ് പീസൊക്കെ കിട്ടിയിരിക്കണം, അതിമത്തെ ചിക്കനൊക്കെ കഴിക്കണം വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മാൻ്റെ ബിരിയാണി ഞാൻ കുറേ ആയിരുന്നു കേട്ടോ തിന്നിട്ട്. അപ്പോൾ വയറ് നിറച്ച് അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര വെള്ളത്തിന് ദാഹമായിരുന്നു കേട്ടോ ചോറുന്നപ്പോൾ. അതിൽ പിന്നെ വേഗം നാരങ്ങ വെള്ളം കലക്കിയിട്ട് നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ അന്ന് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നീച്ച് വന്നപ്പോഴേക്ക് തന്നെ ആദ്യത്തേക്കുള്ള ചോറൊക്കെ അമ്മ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ടേബിളുമ്മേ. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. കിഴങ്ങ് പൊരിച്ചതോ മാങ്ങച്ചാർ എന്തൊക്കെയുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഡോക്ടറേക്ക് പോവുകയാണ് നാട്ടിലേക്ക്. അങ്ങനെ നാട്ടിൽ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നാട്ടിലുള്ളത്. അപ്പോൾ ഞാൻ BP നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷുഗർ ഉണ്ടോ, പിന്നെ അവിടെ കൊളസ്ട്രോൾ ഉണ്ടോ എന്നൊക്കെ അവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നാട്ടിലെ ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എത്തും ചെയ്തിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ ഒരു 8 മണി കഴിഞ്ഞിട്ടാട്ടോ പോകുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓരോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഇവിടെ വന്നിട്ട് ഞാനും എൻ്റെ ആദ്യത്തെയും ഒരിക്കൽ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ കഴിച്ചിട്ടില്ല, അന്ന് ഓള് പെരി അൽഫാം എന്തോ കഴിച്ചതായിട്ട് ഓർമ്മയുണ്ട്. ഞാനന്ന് എനിക്ക് വേണ്ടിയിരുന്നില്ല, അന്ന് എന്തോ ഞാൻ കഴിച്ചിരുന്നില്ല കേട്ടോ. പിന്നെ 2ാമത്തെ പ്രാവശ്യം അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച ചായയൊക്കെ തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങളിങ്ങനെ പോന്നു, കൊടക്കാട്ടേക്ക് പോന്നു കേട്ടോ. പിന്നെ അത് അവിടെ നോക്കുമ്പോൾ ഉമ്മാൻ്റെ മീൻ പൊരിച്ചതും ചിക്കൻ കറിയും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു പൊടി പൊടിച്ചിട്ടോ. പിന്നെ നമ്മുടെ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ ചായ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പൊടി കുറവാണ്. അപ്പോൾ പിന്നെ എനിക്കൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാതുട്ടിക്കും വേണമെന്ന് പറഞ്ഞാൽ പാതുട്ടിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നേരം വെളുത്തിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. നല്ല ചിക്കൻ കറി പുട്ടും കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അത് കഴിക്കാൻ നല്ലൊരു സുഖമാണല്ലോ അല്ലേ.